Good morning, children. Today we are going to do activity 8 and 9. Please take your textbook. Turn to page number 60. In the story, you read the sentence, "Don't send the letter to me through the mail because the post office employees are a bunch of crooks." Lencho gives his reason to God for asking him not to send the letter by post. ലെഞ്ചോ ദൈവത്തോട് പറയുകയാണ്, ഇനി അടുത്ത കത്ത് അയക്കുമ്പോൾ അത് പോസ്റ്റ് ഓഫീസ് മുഖാന്തരം അയക്കരുത്. എന്താണ് കാരണം? ബിക്കോസ്. എന്താ കാരണം? പോസ്റ്റ് ഓഫീസ് ജീവനക്കാർ ഒരു കൂട്ടം കൗശലക്കാരാണ്. ഹിയർ ഇസ് എ ലിറ്റിൽ ബോയ് നിഖിൽ who always gives some reason for his action. അവൻ്റെ പ്രവർത്തികൾക്കൊക്കെ ഒരു കാരണം കണ്ടെത്തുകയാണ്, പറയുകയാണ്. ആര്? നിഖിൽ. ഹൗ ഡസ് ഹി എക്സ്പ്രസ്സസ് ഇറ്റ്? എങ്ങനെയാണ് നിഖിൽ അത് എക്സ്പ്രസ് ചെയ്തിരുന്നത്? വെൻ ലേറ്റ് ടു സ്കൂൾ ഹി വുഡ് സേ, ഐ ആം ലേറ്റ് ബിക്കോസ് ഐ മിസ്ഡ് ദ ബസ്. ഞാൻ സ്കൂളിൽ നേരം വൈകി, കാരണം എന്താണ്? എനിക്ക് ബസ് കിട്ടിയില്ല. You can see what happened to Nikhil in one column and why it happened in the other. Write in the space provided the reasons he gave using because. അപ്പോൾ because എന്ന ആ കൺജങ്ഷൻ ഉപയോഗിച്ച് ഇവിടെ രണ്ട് കോളം, ഒരു കോളത്തിൽ മൈ ബുക്സ് ഗോട്ട് വെറ്റ്. നിഖിൽ പറയുകയാണ്, എൻ്റെ ബുക്സ് നനഞ്ഞു. എന്താ കാരണം? ആ കാരണം പറയാൻ സഹായിക്കുന്ന ഒരു പിക്ചർ നമുക്ക് അടുത്ത കോളത്തിൽ തന്നിട്ടുണ്ട്. മൈ ബുക്സ് ഗോട്ട് വെറ്റ് ബിക്കോസ് ഇറ്റ് റെയിൻ. മഴ പെയ്തതുകൊണ്ട് എൻ്റെ പുസ്തകങ്ങൾ നനഞ്ഞു. സീ ദ നെക്സ്റ്റ് പിക്ചർ. ഐ സ്ക്രീംഡ്. ഞാൻ ചിഹ്നം വിളിച്ച് കരഞ്ഞു. നിഖിൽ അവിടെ കിടന്ന് കരയുന്നുണ്ട് പിക്ചറിൽ. എന്താ ചെയ്യുന്നത്? ഒരു നേഴ്സ് അവനെ ഇഞ്ചക്ഷൻ ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെ എഴുതും നമ്മൾ? ഹൗ വിൽ യു റൈറ്റ് ഇറ്റ്? ഐ സ്ക്രീംഡ് ബിക്കോസ് ദ നേഴ്സ് ഗാവ് മീ ആൻ ഇഞ്ചക്ഷൻ. ഐ സ്ക്രീംഡ് ബിക്കോസ്. എന്തുകൊണ്ടാണ് ഞാൻ സ്ക്രീം ചെയ്തത്? ഐ സ്ക്രീം ബിക്കോസ് ദ നേഴ്സ് gave me an injection. See the next picture. നെക്സ്റ്റ് പിക്ചറിൽ നമ്മൾ എന്താ കാണുന്നത്? നിഖിൽ ഓടുന്നുണ്ട് അല്ലേ? എന്താ ഓടാൻ കാരണം? ഒരു നായ നിഖിലിനെ ഓടിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ എഴുതും? ഐ റാൻ ബിക്കോസ് എ ഡോഗ് ചേസ് മീ. ഐ റാൻ ബിക്കോസ് എ ഡോഗ് ചേസ് മീ. Activity 9. Look at the pictures given below. What do you see in the picture? A woman is waiting for the bus. First picture നമ്മൾ എന്താ കണ്ടത്? ഒരു വുമൻ ബസ് കാത്ത് നിൽക്കുകയാണ്. What do you see now? The bus is coming. സെക്കൻഡ് പിക്ചറിൽ ഒരു ബസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. What did the woman do when the bus came? സ്ത്രീ എന്താ ചെയ്തത്? ബസ് വന്നപ്പോൾ അവരെന്ത് ചെയ്തു? What did എന്ന് പറയുന്നത് ഡു എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഡിഡ് വന്നാൽ ആൻസർ പാസ്റ്റ് ടെൻസായി എഴുതണം. ഡിഡ് വന്നാൽ ആൻസർ പാസ്റ്റ് ടെൻസിൽ എഴുതണം. What did the woman do when the bus came? When the bus came, the woman got into it. Getൻ്റെ past tense ആണ് got. When the bus came, ബസ് വന്നപ്പോൾ the woman got into it. അതിൽ കയറി. woman അതിൽ കയറി. Now look at the pictures below and answer the questions as shown in the examples. ഈ എക്സാമ്പിളിൽ തന്നതുപോലെ താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ എഴുതാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്.
Are the signals turned on? No, the signals are not turned on. What do you see now? നിങ്ങൾ ഇപ്പോഴെന്താണ് കാണുന്നത്? എന്താ കാണുന്നത്? The green signal is turned on. Green signal on ആയിട്ടുണ്ട്. Next one. When did the vehicle move? എപ്പോഴാണ് വെഹിക്കിൾ നീങ്ങുന്നത്? The vehicle moved when the green signal was turned on. The vehicle moved when the green signal was turned on. What is the dog doing? How will you write the answer? What is the dog doing? The dog is lying down. Dog എന്താ ചെയ്യുന്നത്? Dog അവിടെ കിടക്കുകയാണ് അല്ലേ? But the dog is lying down. What did the dog see? എന്താണ് ഡോഗ് കണ്ടത്? ആരെന്നെയാണ് കണ്ടത്? The dog saw a cat. When did the dog bark? എപ്പോഴാണ് നായ കുരച്ചത്? The dog barked when it saw a cat. The dog barked when it saw a cat. ഇവിടെ it എന്ന പ്രോനൗൺ ഡോഗിന് പകരം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പ്രോനൗൺ എന്ന ടോപ്പിക്ക്. അതിൽ ഡോഗിന് പകരം നമ്മൾ ഉപയോഗിച്ചതാണ് ഇറ്റ്. വാട്ട് ഡു യു സീ? ഐ സീ എ ലോട്ടസ് ബഡ്. ഇവിടെ വാട്ട് ഡു യു സീ നിങ്ങൾ എന്ത് കാണുന്നു? ഐ സീ എ ലോട്ടസ് ബഡ്. ഇത് പ്രസൻറ്റ് ടെൻസിൽ തന്നെ എഴുതിയാൽ മതി. വാട്ട് ഡു യു സീ നൗ? ഐ സീ ദ സൺ റൈസിങ് ഇൻ ദ സ്കൈ. ഐ സീ സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉദിച്ചു കഴിഞ്ഞിട്ടില്ല, ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും പ്രസൻറ്റ് ടെൻസിൽ തന്നെ എഴുതുക. ഐ സീ ദ സൺ റൈസിങ് ഇൻ ദ സ്കൈ. വെൻ ഡിഡ് ദ ലോട്ടസ് ബഡ് ഓപ്പൺ? വെൻ ഡിഡ് വന്നാൽ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. വെൻ ഡിഡ് ദ ലോട്ടസ് ബഡ് ഓപ്പൺ? The lotus bud opened when the sun rose up in the sky. The lotus bud opened when the sun rose up in the sky. സൂര്യൻ ഉദിച്ചു കഴിയുമ്പോഴാണ് താമര വിരിയുന്നത്. Who is seen in the picture? ഈ പിക്ചറിൽ നമ്മൾ എന്താണ് കാണുന്നത്? A girl is seen in the picture. What did the girl see? എന്താണ് ആ പെൺകുട്ടി കണ്ടത്? The girl saw a snake. എന്തിനാ കണ്ടത്? ഒരു പാമ്പിനെ കണ്ടു അല്ലേ? അപ്പോൾ the girl saw a snake. When did the girl scream? എപ്പോഴാണ് ആ പെൺകുട്ടി കരഞ്ഞത്, ഉച്ചത്തിൽ കരഞ്ഞത്? The girl screamed when she saw the snake. പാമ്പിനെ കണ്ടപ്പോഴാണ് ആ പെൺകുട്ടി ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങിയത്. Dear students, please write all these things in your textbook. Okay, thank you.